ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്ലൈഡായിട്ടും ബ്രൂച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാച്ച് വർക്ക് ചെയ്തെടുക്കാം. ഇത് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പീക്കോക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിൻ്റെ കളറിലുള്ള 2 കളർ സീക്വൻസും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഡ്രോപ്പ് ഷേപ്പിലുള്ള കുറച്ച് സ്റ്റോൺ ആണ്. അത് ഞാൻ ഗ്രീൻ കളറാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് റെയിൻ സ്റ്റോൺ ചെയിനാണ്. ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ജർദോസിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായ സൂചി നൂലും. ഇത് തുന്നിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഹൂപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൂപ്പിലേക്ക് സെറ്റ് ചെയ്യാം. ഇതേപോലെ മറ്റേ റിങ് അടിയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പീക്കോക്കിൻ്റെ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ഞാനിവിടെ കൊക്കിൻ്റെ സ്ഥാനത്ത് ഗോൾഡൻ കളർ ജർദോസിയാണ് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഔട്ട്ലൈൻ്റെ മുകളിലായിട്ട് സിൽവർ കളർ ജർദോസി ഒട്ടിച്ച് കൊടുക്കാം. ഔട്ട്ലൈൻ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റെയിൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റോണിൻ്റെ ചുറ്റിനായിട്ട് റെയിൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം. ഇതിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ ടൈലിൻ്റെ ഭാഗത്തുനിന്ന് ഡിസൈൻ കുറച്ച് മാറ്റുന്നുണ്ട്. ഇതിന് വലിപ്പം കൂടിയത് കൊണ്ടാണ്. ഞാനിവിടെ ജംറിങ് കട്ട് ചെയ്തിട്ടാണ് ഐ ഷേപ്പിലാക്കിയിട്ട് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് സീക്വൻസ് തുന്നി പിടിപ്പിക്കാം. ഈ 2 കളർ സീക്വൻസ് വെച്ചിട്ട് ഞാനിത് ഇത്രയും തുന്നി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും താഴേക്ക് കുത്തിയിറക്കുന്നുണ്ട്. ഒരു കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി ഇത് ഈ ഫ്രെയിമിൽ നിന്നും അഴിച്ചെടുക്കാം. ഇനി വർക്ക് ചെയ്ത പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗം കവർ ചെയ്യാം. ഇതിങ്ങനെ വെച്ച് ഇതിൻ്റെ മാർക്ക് ചെയ്ത് ഇതിൻ്റെ അടിഭാഗത്ത് വെക്കാനുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പീസ് അടിയിൽ വെച്ച് തുന്നി കൊടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റിലും സീക്വൻസ് വെച്ച് പിടിപ്പിക്കാം.
ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കാം. ഞാനിത് ഇത്രയും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് സൈഡിലൊക്കെ ഗ്ലൂ വെച്ച് റെയിൻസ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കാം. ഇതിവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് സ്ലൈഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ബ്രൂച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ പുറകിലായിട്ട് ഇതേപോലെയുള്ള ബാരറ്റ് ക്ലിപ്പോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പിന്നോ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിലൊക്കെ, പിള്ളേരുടെ ഡ്രസ്സിലൊക്കെ വെച്ച് കൊടുക്കാം. വലിയവർക്കും പ്ലെയിൻ ഡ്രസ്സിലൊക്കെ ടീഷർട്ടിനൊക്കെ വെക്കാവുന്നതാണ്. തുന്നിപ്പിടിപ്പിക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് ഈ 2 ഹോളിലും ഓരോരോ കെട്ടിട്ട് കൊടുക്കാം. ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തലയിൽ വെച്ച് കാണിക്കാം. ഇനി ഇതിന് ബ്രൂച്ചിൻ്റെ പിന്നെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ സൂചി നൂല് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ ബ്രൂച്ചായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രസ്സിൽ കുത്തി നോക്കാം. ഞാനിത് വൈറ്റ് കളർ പ്ലെയിൻ ടീഷർട്ടിലാണ് ഇത് കുത്തി വെച്ചേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കുത്തി വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.